135ഓളം സിനിമകളെന്നായിരുന്നു നടന്റെ മറുപടി. വണ്ടിക്കൂലി ചോദിച്ചപ്പോൾ പരിഹാസം. കണ്ണുനീരിൽ ചവിട്ടി കരുത്തേറി സുരഭി. 64ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരവേദി. മികച്ച നടനുള്ള പുരസ്കാരം നേടിയ ഹിന്ദി താരത്തിനടുത്തേക്ക് ആരാധനയോടെ ഒരു മലയാളി നടിയെത്തി. ഞാൻ അങ്ങയുടെ വലിയ ആരാധികയാണെന്ന് അറിയിച്ച നടി അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഇതുവരെ എത്ര ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്ന്. 135ഓളം സിനിമകളെന്നായിരുന്നു നടന്റെ മറുപടി. ഒപ്പം തിരിച്ചൊരു ചോദ്യവും കൂടി, കുട്ടി എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട്? സാർ, ഇതാണെന്റെ ആദ്യ സിനിമ. ആദ്യ സിനിമയിൽ തന്നെ ദേശീയ പുരസ്കാരം വാങ്ങിയ ആ പെൺകുട്ടിയോട് 135ാമത്തെ സിനിമയ്ക്ക് പുരസ്കാരം വാങ്ങാൻ വന്ന ആ നടൻ എന്തു പറയണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു. ആ നടി ഇന്ന് മലയാളത്തിലെ തിരക്ക് പിടിച്ച താരമാണ്. വേഷപ്പകർച്ചയിലൂടെ പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ്. അവർ മറ്റാരുമല്ല, സുരഭി ലക്ഷ്മി. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം 2017 തന്റെ ആദ്യ ചിത്രത്തിലൂടെ മലയാളത്തിന് സമ്മാനിച്ച താരം. സുരഭിയുടെ മറുപടിയിൽ ഞെട്ടിയത് മറ്റാരുമല്ല, സാക്ഷാൽ അക്ഷയ് കുമാറും. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം ഇറങ്ങിയതിന് പിന്നാലെയാണ് സുരഭിയും അവരുടെ അഭിനയ മികവും വീണ്ടും ചർച്ചാ വിഷയമാകുന്നത്. ടൊവിനോ അവതരിപ്പിച്ച മണിയൻ എന്ന കഥാപാത്രത്തിന്റെ ഭാര്യ മാണിക്യമായാണ് ആയാറമ്മിൽ സുരഭി ലക്ഷ്മി എത്തിയത്. അപമാനത്തിൽ നിന്ന് ഉയർന്നു വന്ന കൊടുങ്കാറ്റ് ഉള്ളിൽ സൂക്ഷിക്കുന്ന മാണിക്യത്തിന് നായികമാരിൽ അല്പം പ്രാധാന്യം കൂടുതലുണ്ട്. പ്രണയവും പ്രതികാരവും നിസ്സഹായതയുമെല്ലാം ഈ കഥാപാത്രത്തിൽ കാണാം. കുടുംബാംഗങ്ങൾ പോലും പിൽക്കാലത്ത് മണിയനെ തള്ളിപ്പറയുമ്പോൾ, അയാളുടെ പിൻതലമുറയിൽ ജനിച്ചുവെന്ന അപമാനം പേറുമ്പോൾ മാണിക്യം മാത്രമാണ് അയാളെക്കുറിച്ചോർത്ത് അഭിമാനം കൊള്ളുന്നത്. മാണിക്യത്തെ അവിസ്മരണീയമാക്കി സുരഭി. കഠിനമായിരുന്നു സുരഭിയുടെ കലാജീവിതത്തിലെ ഭൂതകാലം. സാമ്പത്തിക ക്ലേശം ആഗ്രഹങ്ങൾക്കെല്ലാം വിലങ്ങുതടിയായി. പണമില്ലാത്തതിനാൽ കലോത്സവ വേദികളിൽ കഴിവുണ്ടായിട്ടും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാനാകാത്ത ബാല്യം. സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നഷ്ടപ്പെട്ടതിൽ തേങ്ങുന്ന സുരഭിയുടെ ചിത്രം അക്കാലത്തെ പത്രത്താളുകളിലും ഇടം നേടി. പക്ഷേ അവിടം കൊണ്ടൊന്നും സുരഭിയിലെ കലാകാരി തോറ്റില്ല. നാടകത്തട്ടിൽ പരുവപ്പെട്ടതാണ് സുരഭിയിലെ അഭിനയ തികവ്. പഠിച്ച കലാലയങ്ങളിലും അമ്പലപ്പറമ്പുകളിലുമെല്ലാം അവർ താരമായിരുന്നു. അവിടെ ഒതുങ്ങിയില്ല സുരഭിയിലെ നടി. പരമ്പരകളിലൂടെയും പരസ്യ ചിത്രങ്ങളിലൂടെയും അവർ മിനി സ്ക്രീനിൽ സുപരിചിതയായി. MIT മൂസ എന്ന ഹാസ്യ പരമ്പരയിലെ പാത്തുവായി മലബാറിന്റെ മനം കവർന്ന സുരഭിയെ പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ മറ്റു പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമുണ്ടായിരുന്നില്ല. മലബാറിന്റെ മഞ്ജു വാര്യർ എന്നുവരെ വിശേഷണങ്ങൾ വന്നു. ഹയർ സെക്കൻഡറി പഠനകാലത്താണ് ബൈ ദ പീപ്പിൾ എന്ന സിനിമയിലൂടെ ചലച്ചിത്ര രംഗത്തെ അരങ്ങേറ്റം. പക്ഷേ മികച്ച വേഷങ്ങൾ സുരഭിയെ തേടിയെത്താൻ അത് മതിയായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് കുറേ കാലം സുരഭി തന്നെ പറഞ്ഞതുപോലെ BPL കഥാപാത്രങ്ങൾ മാത്രമായി ഒതുങ്ങി. ചലച്ചിത്ര രംഗത്തും തുടക്കകാലത്ത് അവർ കയ്പുനീർ ഒരുപാട് കുടിച്ചു. കാരവാനിൽ കയറി വസ്ത്രം മാറിയതിന് ഡ്രൈവറിൽ നിന്ന് വരെ ചീത്ത കേട്ടു. അന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല, മറിച്ച് ചോരയാണ് പൊടിഞ്ഞതെന്നായിരുന്നു അവൾ പിന്നീട് പറഞ്ഞത്. പ്രതിഫലമില്ലാതെ അഭിനയിക്കാനെത്തി മടങ്ങുമ്പോൾ വണ്ടിക്കൂലി ചോദിച്ചപ്പോൾ സീരിയൽ നടിമാരുടെ സ്വഭാവമാണിതെന്നായിരുന്നു പരിഹാസം. കാലങ്ങൾക്കിപ്പുറം തിരക്കഥ എന്താണെന്ന് പോലും അറിയാത്ത ഒരു പെൺകുട്ടി അസിസ്റ്റന്റ് ഡയറക്ടർ കൊടുത്ത 4 പേപ്പർ വായിച്ച് അഭിനയിക്കുന്നു. അന്ന് ആ പെൺകുട്ടി നേടിയത് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരമാണ്. അന്ന് അവർ പിന്നിലാക്കിയത് ഇന്ത്യൻ സിനിമയുടെയും സൗന്ദര്യത്തിന്റെയും മുഖമായ ഐശ്വര്യ റായിയെയും. ആ അവാർഡിനെ കുറിച്ച് അന്ന് സുരഭി പറഞ്ഞത് എന്റെ തലയിൽ വീണ ദേശീയ ചക്കയെന്നാണ്. അന്ന് അവർ കേരളത്തിന്റെ മലബാറിന്റെ നരിക്കുനി എന്ന ചെറുഗ്രാമത്തിന്റെ തന്നെ അഭിമാനമായി മാറി. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിന്റെ സമയത്ത് ഭാഷാ ശൈലി കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന നടിയാണെന്നും അതുകൊണ്ട് മികച്ച നടിക്കുള്ള പുരസ്കാരം പറഞ്ഞ അതേ സംവിധായകന്റെ സിനിമയിൽ അഭിനയിച്ചാണ് സുരഭി ദേശീയ അവാർഡ് സ്വന്തമാക്കിയതെന്നാണ് ആ അവാർഡ് നേട്ടത്തിനെ പൊന്നിനേക്കാൾ മൂല്യമുള്ളതാക്കുന്നത്. അമ്പലപ്പറമ്പിലെ സ്ഥിരം നർത്തകിയായി അറിയപ്പെട്ട വായാടിയായ കൗമാരക്കാരിയിൽ നിന്ന് എന്തും തുറന്നു പറയാൻ തൻ്റെ ഇടമുള്ള സഭാകമ്പമില്ലാത്ത കലാകാരിയായി സുരഭി ഇതിനോടകം മാറി. പക്ഷെ സീരിയൽ താരമെന്ന ലേബൽ ചാർത്തി പിന്നെയും ഇകഴ്ത്താൻ ശ്രമം നടന്നു. കോഴിക്കോടൻ സംസാര ശൈലി ജനമനസ്സിൽ കൂറിയിട്ട സുരഭിക്ക് ആ പേരിലും അവസരങ്ങൾ നിഷേധിച്ചു. നർമ്മവേഷങ്ങളിൽ നന്നായി ഇണങ്ങുന്ന കലാകാരിയെ
പ്രധാന വേഷങ്ങളിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പലരും മടിച്ചു നിന്നു. എന്നിട്ടും അവർ തളരാതെ പോരാടി. കിട്ടുന്നതെല്ലാം ബോണസാണെന്ന് ആവർത്തിച്ചു. ആ വാക്കും ചിന്തയും അവരെ തുണച്ചു. കുമാരിയിലെ 80-കാരിയായ മുത്തമ്മയായി പകർന്നാടിയ സുരഭിയെ മലയാള സിനിമ പ്രേമികൾക്ക് ഉണ്ടാക്കിയ അമ്പരപ്പ് ചെറുതല്ല. സാധാരണക്കാരിയായ പാത്തുവിൽ നിന്ന് 64 പല്ലും അധിക ചെവിയും വെച്ച് ക്രൂരമായി ഭയപ്പെടുത്തുന്ന മുത്തമ്മയിലേക്കുള്ള പകർന്നാട്ടം പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു. സമാനമായ രീതിയിൽ പ്രേക്ഷക പ്രതീക്ഷകൾക്ക് കോട്ടം തട്ടാതെയാണ് മണിയന്റെ മാണിക്യമായുള്ള രൂപമാറ്റവും. പേരില്ലാത്ത ട്വിറ്റർ കഥാപാത്രങ്ങളായിരുന്ന സുരഭി ജയലക്ഷ്മിയായും രാജിയായും ആശയായും മണിയാമയായും എൽസിയായും ബെറ്റിയായും പാർവതിയായും പാത്തുവായും സുരഭിയായും ഒക്കെ സ്ക്രീനിൽ നിറഞ്ഞു. പിന്നാമിനുങ്ങിലെ കേന്ദ്ര കഥാപാത്രമായ അമ്മയായും പത്മയിലെ നായികയായ പത്മയിലൂടെയും തനിക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ലെന്ന് അവർ തെളിയിച്ചുകൊണ്ടേയിരുന്നു. അതിന് അംഗീകാരമായി അഭിനയ മികവിനുള്ള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരങ്ങളും അവരെ തേടിയെത്തി. ഒരിക്കൽ സുരഭി പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതാണ്. അതിന് ഇപ്പോഴും കുറവൊന്നും വന്നിട്ടില്ല. പക്ഷെ എൻ്റെ കാലുകൾക്ക് ബലം കൂടി. ഇല്ലിമലയിലെ ചാത്തനായും മാണിക്യന്റെ മാണിക്യമായും അരങ്ങിൽ വിസ്മയം തീർത്ത മലയാളത്തിന്റെ പെൺകരുത്തിന്റെ കാലുകൾക്ക് ഇനിയും ബലമുണ്ടാകട്ടെ.